ശാപം പിടിച്ച ജന്മങ്ങള്. ചേച്ചി എടി, എത്രയും പെട്ടെന്ന് അതൊന്ന് ചത്തു തൊലഞ്ഞാ മതിയായിരുന്നു. ഇതിന്റെ ഒന്നും ആത്മാവിന് പോലും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. എന്തിനാ അമ്മ, എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ രണ്ടാളും കൂടി എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പോയത്? മരിക്കാനായിരുന്നെങ്കിൽ എന്നെയും കൂടെ കൂട്ടിക്കൂടായിരുന്നോ? ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങ് ചത്തോളാൻ വയ്യ. മരിക്കാനാണെങ്കിൽ എന്നെയും കൂടി അങ്ങോട്ട് കൂട്ടിക്കൂടായിരുന്നോന്ന്. ചിന്നു, തനിക്കെങ്കിലും അല്പം വിവരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. ജയിലിൽ പോയി വിഷം കഴിച്ച് പാവപ്പെട്ട 2 വാർഡന്മാരുടെ ജോലിയും കളഞ്ഞ് അവരുടെ കുടുംബം ഇപ്പൊ പട്ടിണിയായപ്പോ സന്തോഷം സമാധാനം ആയില്ലേ? ഇയാളുടെ കൂടെ നടക്കുന്നതൊക്കെ വെറുതെയാ. ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് കോടതി കയറി ദാസേട്ടന് വേണ്ടി വാദിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അന്നേ ഇതൊക്കെ അങ്ങ് ചെയ്തുകൂടായിരുന്നോ? സോറി, ഞാൻ സങ്കടത്തിൽ പറഞ്ഞു പോയതാ. പോട്ടെടോ, ഇനി ആവർത്തിക്കില്ല. പോരെ. ഞാൻ പോയി 2 ചായ വാങ്ങിച്ചിട്ട് വരാം. ചിന്നു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അഡ്മിഷന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പറ്റില്ല. ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റില് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായി ജോയിൻ ചെയ്തേ പറ്റൂ. എന്തൊക്കെയാടോ താൻ ഈ പറയുന്നേ? അച്ഛനും അമ്മയും ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ കോളേജിൽ പോകുന്നേ? താൻ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിക്കളി അല്ലേ അത്? താൻ സർട്ടിഫിക്കറ്റ്സുമായി അവര് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ഹാജരായില്ലെങ്കിൽ തനിക്ക് പിന്നെ അഡ്മിഷൻ കിട്ടാതെ വരും. എടോ തനിക്ക് പറഞ്ഞിരിക്കുന്ന സീറ്റ് സ്പോട്ട് അഡ്മിഷൻ വന്നിരിക്കുന്നവർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ അച്ഛനും അമ്മ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് പോകാൻ പറ്റില്ല. തനിക്കെന്തൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടോ, അവര് പറഞ്ഞിരിക്കുന്ന ദിവസം അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ തനിക്ക് പിന്നെ ഈ കൊല്ലം അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അഡ്മിഷൻ, വക്കീൽ പഠനം, അവളുടെ സ്വപ്നം പോലെ നടന്നത് തന്നെ. ഓർമ്മയുണ്ടല്ലോ തന്റെ അച്ഛന്റെ അവസ്ഥ? ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ താൻ പഠിച്ചു വക്കീലായേ പറ്റൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ അഡ്മിഷൻ കിട്ടിയെന്നുള്ള കാര്യം താൻ മറന്നുപോയോ? എന്നുവെച്ച് അച്ഛനെയും അമ്മയേക്കാൾ വലുതൊന്നും അല്ലല്ലോ LLB. വലുതാണ്. അവനവന്റെ കാര്യങ്ങളാ വലുത്. തന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ അവര് തന്നെ കുറിച്ച് ആലോചിച്ചോ? ഇല്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യത്തിൽ സ്വാർത്ഥതയുണ്ട്. അതുപോലെ എനിക്കും തന്റെ കാര്യത്തിലും ഒരൽപ്പം സ്വാർത്ഥത കൂടുതലാണെന്ന് താരങ്ങ് കരുതിക്കോ. ആ ആ ആ ദൈവങ്ങളെ, എന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവൻ കാത്തോളണേ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇന്നേ ഇവരൊരു ഉറുമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടില്ലാത്ത പാവങ്ങള്.
അവർക്കൊരാപത്തും വരുത്തരുതേ. എങ്ങനെയുണ്ട് നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും? ഇതോടുകൂടി രണ്ടും ചത്തും അലക്കുവോ? അതോ ഇനിയും ഇത്തരം തെരുവ് നാടകങ്ങളായിട്ട് ഇറങ്ങിത്തിരിക്കോ? ജന്മം തന്ന അച്ഛനും അമ്മയോ ജീവനോട് മല്ലിട്ട് കിടക്കുന്ന അവരെ കാണാൻ വന്നില്ല. അതുപോട്ടെ, ഈ അവസ്ഥയിലെങ്കിലും ഇത്തരം നെറുകെട്ട വാക്കുകൾ ഉപയോഗിക്കാതിരുന്നൂടെ? നെറുകേട് കാണിക്കാം, അതിന് കുഴപ്പമില്ല. പറയുന്നതാണ് കുഴപ്പമല്ലേ? തമ്പുരാനെയും തമ്പുരാട്ടിയും തീ കൊളുത്തി കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുമ്പോഴും പ്രണയനാടകം നടത്തുന്നു. ഒരേ പൊതിച്ചോറിൽ നിന്നും വിഷം കഴിച്ച് തടവ് പുള്ളിയും ഭാര്യയും ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ പത്രവാർത്ത കണ്ടപ്പോ തന്നെ തൊലി ഉരിഞ്ഞുപോയി. ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും അബദ്ധത്തിലാണെങ്കിൽ പോലും ആപത്ത് പറ്റിയെന്നറിയുമ്പോ മക്കളുടെ മനസ്സൊരുകയാ പതിവ്. അതിന് പകരമായിട്ട് നിന്റെ മനസ്സിൽ അറപ്പ് തോന്നിയെങ്കിൽ അത് എന്റെ കുറ്റമല്ല, ജന്മം നൽകിയവരുടെ ഗതികേടാ. രണ്ടെണ്ണവും ഹോസ്പിറ്റലിൽ കിടന്ന് പുഴുത്ത് ചത്തൂന്നറിയുമ്പോ എന്നെ വിളിക്കാൻ നിൽക്കരുത്. വല്ല പെട്രോളോ മണ്ണെണ്ണയോ വാങ്ങിച്ച് കത്തിച്ച് കളഞ്ഞേക്കണം രണ്ടെണ്ണത്തിനെയും. ശാപം പിടിച്ച ജന്മങ്ങള്. ചേച്ചി, എടി, എത്രയും പെട്ടെന്ന് അതൊന്ന് ചത്തു തൊലഞ്ഞാ മതിയായിരുന്നു. ഇതിന്റെ ഒന്നും ആത്മാവിന് പോലും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാ നീ പറഞ്ഞതുപോലെ പെട്രോള് വാങ്ങിക്കും ഞാൻ. പക്ഷെ അത് അവരെ ദഹിപ്പിക്കാനല്ല, അവര് ജന്മം കൊടുത്ത നീ എന്ന നികൃഷ്ട ജീവിയെ പച്ചയ്ക്ക് കത്തിക്കാൻ. പിന്നെ ഒരു വിശേഷം കൂടി ഉണ്ട്. സംഭവം അറിഞ്ഞു ഓടിയെത്തിയ ചാനലുകാര് ശിവദാസന്റെ മൂത്ത മകളെ കുറിച്ച് തിരക്കി. ആരെങ്കിലുമൊക്കെ ചിലപ്പോ പഴയ തെളിവുകളൊക്കെ വെച്ച് തേടി വന്നേക്കും. തെക്കോട്ട് നോക്കി കാത്തിരുന്നോ നീ, അന്നത്തോടെ തീരും നിന്റെ ഈ ആട്ടവും ചാട്ടവും ഒക്കെ. മനസ്സിലായോടി ചേച്ചി?